അപ്പോൾ ഗൈസ് നല്ല അടിപൊളി ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചെമ്മീൻ ഉപയോഗിച്ച് നല്ല അടിപൊളി ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കുക. ഗൈസ് നമ്മുടെ ചെമ്മീൻ ഉപയോഗിച്ചത് ഈ കാണുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമുക്ക് ഡിന്നറിനും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ലഞ്ചിനും ഒക്കെ നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഈ ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നേരെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ചിക്കൻ മസാല, അതുപോലെ തന്നെ ഗരം മസാല, അതുപോലെ തന്നെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചിയും കൂടി ചെറുതായി ഒന്ന് ചതച്ചെടുത്ത് വെച്ചതാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി വേണം. പിന്നെ 2 തക്കാളി എടുത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 ഉള്ളി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കരിവേപ്പില, മല്ലിച്ചപ്പ്, പുതിനയില, പിന്നെ ഒരു 6 പച്ചമുളക് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നടു ചീന്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം വേണം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണം. ആകെ ഈ കാണുന്ന സാധനങ്ങൾ മതി നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി. നമുക്ക് ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാവേ. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ അടുപ്പത്ത് പാൻ വെച്ച് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ഇവിടുന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പരിപാടി ഉണ്ട്, അതിലേക്ക് പോവാം. നമ്മൾ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീനിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ വെളിച്ചെണ്ണ അടുപ്പത്ത് കിടന്ന് ചൂടാകുന്ന ആ സമയം കൊണ്ട് നമ്മൾ നമ്മുടെ മസാല ചെമ്മീനിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണേ. മസാല ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന വിധം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ആവശ്യം ഈ ചെമ്മീൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. നല്ല പോലെ പൊരിയേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് ആവശ്യം. അപ്പോൾ അതിനുവേണ്ടി മസാല ആദ്യം തന്നെ നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുക. നമ്മുടെ മസാല സെറ്റ് ആയതിനു ശേഷം ചെമ്മീൻ നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് ഇട്ട് കൊടുക്കുക. നമ്മുടെ ചെമ്മീൻ മുഴുവൻ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒരു 4-5 മിനിറ്റ് ഫ്രൈ ആയിട്ട് വരണം. ഇത് ഓവർ അങ്ങോട്ട് പൊരിച്ചെടുക്കുന്ന രീതിയിൽ വേണ്ട, ഒന്ന് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഒരു 4-5 മിനിറ്റ് മുഴുവൻ ചെമ്മീനും നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് മൊരിഞ്ഞ് വരണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, ആ സമയത്ത് നിങ്ങൾ നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ആരും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ചെമ്മീനൊക്കെ നമ്മുടെ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ കിടന്ന് നല്ല പോലെ ഒന്ന് മൊരിയണം. ഇത് മൊരിയുന്ന സമയത്ത് ഇടയ്ക്ക് മറച്ചിടാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിതൊന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചെമ്മീൻ മുഴുവൻ നമ്മുടെ പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ കിടന്ന് നേരത്തെ പറഞ്ഞ മാതിരി നല്ലപോലെ ഒന്ന് ഒരു 4-5 മിനിറ്റ് മൊരിഞ്ഞ് വരണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഈ സമയത്ത് ഇടയ്ക്കൊന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറച്ചിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ചെമ്മീൻ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊന്ന് പൂർണ്ണമായിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാവേ. അതുവരെ ഒന്ന് നമ്മുടെ ചെമ്മീൻ്റെ ഒരു ഭാഗത അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ്. അടുത്ത ഭാഗം കൂടി ഇതുപോലെ നല്ലപോലെ സെറ്റായി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെമ്മീൻ മുഴുവൻ വീണ്ടും ഒന്നുകൂടെ മറ്റേ സൈഡും കൂടി ഒന്ന് ഇതുപോലെ ഫ്രൈ ആയി വരുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ആ ഭാഗം കൂടി നല്ല പോലെ ഇതേമാതിരി ഒന്ന് സെറ്റായി വരുന്നവരെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചെമ്മീൻ നല്ല പോലെ 2 ഭാഗവും സെറ്റായിട്ടുണ്ട്. നല്ല പോലെ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പോലെ ഒരു ഏകദേശം 4-5 മിനിറ്റ് അടുപ്പത്ത് കിടന്നിട്ട് ഫ്രൈ ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക്. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ നമ്മുടെ അടുപ്പത്തേക്ക് മറ്റൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുകയാണെ. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മുഴുവൻ ഉള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ. ഇനി ഉള്ളി അടുപ്പത്ത് കിടന്നിട്ട് നല്ല പോലെ ഒന്ന് മൂത്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക.
അത്യാവശ്യം ഒന്ന് മൂത്ത് കളറൊന്ന് മാറി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നല്ലപോലെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടി ചെയ്യേണ്ടത്. ഈ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ, അതിനുശേഷം നമുക്ക് അടുത്ത പരിപാടി. നമ്മുടെ ഉള്ളി ഇതാ അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ മൂത്ത് വന്ന ഉള്ളിയിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടിയുള്ളത് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും നല്ല പോലെ ഒന്ന് മിക്സ് ആകുന്ന വിധത്തിൽ ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ 2 തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള 6 പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടുപ്പത്ത് ഇതുപോലെ അതൊന്ന് കിടന്ന് വേവട്ടെ, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി ഇതൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാം. അതിനുശേഷം ബാക്കി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അത്യാവശ്യം നമ്മുടെ ഉള്ളിയും തക്കാളിയും അതുപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ച നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി കിടന്ന് വാടി വന്നതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ളതിൽ മുഴുവൻ കറിവേപ്പിലയും ചേർക്കുന്നില്ല, ഒറ്റപ്പെട്ട കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ പൊടികളായിട്ട് നമ്മുടെ ഗരം മസാല, ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള നമ്മളെ എല്ലാ മസാലക്കൂട്ടുകളും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ മുളക് പൊടിയും കൂടി ചേർത്ത് നമ്മുടെ എല്ലാ മസാലക്കൂട്ടുകളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ എല്ലാ ഭാഗത്തും നമ്മുടെ മസാല പിടിക്കുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കുക. ഇളക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് നമ്മൾ അടുപ്പത്ത് വെയിറ്റ് ചെയ്യണം. ആ മസാല നല്ല പോലെ നമ്മുടെ ഉള്ളിയിലും തക്കാളിയിലും ഒക്കെ ഒന്ന് പിടിക്കുന്നവരെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ കുറഞ്ഞ സമയം മതി, കൂടുതൽ സമയമൊന്നും വേണ്ട. കുറച്ച് നേരം നമുക്കൊന്ന് ഇതൊന്ന് എല്ലാ ഭാഗത്തും പിടിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. മസാലയും അത് എല്ലാം കൂടി ഈ കാണുന്ന രീതിയിൽ ഒരു ഗ്രേവി പരുവത്തിലേക്ക് ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ നമ്മൾ ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കേണ്ടതുണ്ട്. നല്ല പോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. നമ്മുടെ ചെമ്മീനും ഉള്ളിയും തക്കാളിയും പച്ചമുളകും നമ്മുടെ മസാലയും എല്ലാം കൂടി മിക്സ് ആവുന്ന വിധം നല്ല പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ മൂടി വെക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മുഴുവൻ വേവില്ലാത്ത രീതിയിൽ ആണ് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഇനി ഉള്ള വേവ് ഈ ഉള്ളിയിൽ കിടന്നിട്ടാണ് വേവേണ്ടത്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതൊന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് നമ്മൾ ഇത് വേവുന്നവരെ ഒന്ന് കാത്തിരിക്കാം. ഇത് വെന്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, വീണ്ടും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിവിടെ കിടന്ന് വേവട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇതാ അടുപ്പത്ത് കിടന്ന് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബാക്കി കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കുക. നമ്മുടെ ഇലകൾ നമ്മുടെ കറിയുടെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ല പോലെ ഇളക്കി സെറ്റാക്കുക. അതിന് മുമ്പേ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ മല്ലിച്ചപ്പും പുതിനയും ഒക്കെ ചേർത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമ്മൾ മുകളിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക. നല്ല പോലെ ഇളക്കി സെറ്റാക്കി കൊടുത്ത് ഒരു മിനിറ്റ് കൂടി നമ്മുടെ അടുപ്പത്ത് കിടന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചെമ്മീൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇതാ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്പെഷ്യലാക്കി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയണേ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ.